സോ ഗായ്സ് ഇന്നുണ്ടല്ലോ വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വോട്ട് അപ്പം ഞങ്ങൾക്ക് വോട്ട് വന്നിട്ട് മതമ്പായിലാണ്. അപ്പം വലിയൊരു അലമ്പിന് ശേഷം ഞങ്ങൾ കണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ പേരൊക്കെ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഏകദേശം ഒരു 10-15 പേരുണ്ട് കേട്ടോ വോട്ട് ചെയ്യാൻ പോവാൻ. അപ്പം ഞങ്ങളുടെ നാടാണ് മതമ്പ. അപ്പോൾ മതമ്പായിലേക്കുള്ള യാത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ നേരെ ടൗണിൽ വന്നു കേട്ടോ. ടൗണിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു 10-13 പേരുണ്ട് ഞങ്ങൾ. അതിൽ കുറച്ച് പേര് പറഞ്ഞു കണയങ്കവേലി വഴി പോകാമെന്ന്, അധികം പൈസ ആവില്ലെന്ന്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് മടുക്ക വഴി പോകാം, ഏതെങ്കിലും ജീപ്പൊക്കെ വരാതിരിക്കത്തില്ലെന്ന്. അങ്ങനെ ഞാനും അമ്മയും അച്ഛയും കുട്ടും കൂടെ മടുക്കയ്ക്ക് പോകുന്നു കേട്ടോ. ഇത് ഈ കാണുന്ന വീട്ടിൽ നമ്മളൊരു 5-6 മാസം താമസിച്ചാണ്. അപ്പോൾ കുട്ടുവിനെ വീടൊക്കെ കാണിച്ച് അപ്പോൾ പോയ വഴിക്ക് ഇതേ പനക്കച്ചിറയിലൊക്കെ നല്ല രീതിയിൽ വോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. കാരണം ആൾക്കാരൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിലോട്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മടുക്കയിൽ വന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് മതമ്പായിന്ന് വണ്ടി വിട്ടിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇരുന്നു കേട്ടോ അവിടെ. കുട്ടുവിന് ഒരു ആനക്കുട്ടീനെയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനുള്ള ജീപ്പ് വന്നു കേട്ടോ. അപ്പോൾ ജീപ്പിന് കയറി ഇതിൻ്റെ നമ്മൾ കൊമ്പൂത്തി വഴിയാണ് പോകുന്നത്. കൊമ്പൂത്തി മടുക്കേന്ന് കൊമ്പൂത്തി ഒരു കാട്ടിക്കൂടെയൊക്കെയാണ് പോകുന്നത്. ഈ കാട്ടിലൊക്കെ ആനയൊക്കെ മിക്കപ്പോഴും റോഡിൽ നിൽക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആനേനെ എക്സ്പെക്റ്റ് ചെയ്താണ് പോയത്, പക്ഷേ ആനേനെ ഒന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ മതമ്പായിലോട്ടുള്ള റൂട്ടിൽ കയറി. ഈ ജീപ്പിൻ്റെ പുറകിൽ ആ ടയറയിൽ ഇങ്ങനെ ഇരിക്കും. അത് ഇടുക്കിയിലെ ഉള്ള ഒരു കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ, ഇങ്ങനെ ടയറിലിരുന്ന് യാത്ര ചെയ്യുന്നത്. അങ്ങനെ വേണ്ട മതമ്പായിന്ന് കുറച്ച് പേരൊക്കെ വോട്ടൊക്കെ ചെയ്തിട്ട് തിരിച്ച് പോകുന്നുണ്ട്. അവിടോട്ടുള്ള റോഡിൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഭയങ്കര പരിതാപകരമാണ്. പിന്നെ ജീപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ ഞങ്ങൾ മതമ്പായിൽ വന്നു. മതമ്പായി വന്നപ്പോഴത്തേക്ക് കുട്ടു ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. അപ്പം അമ്മയും അച്ഛയെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ സത്യം പറഞ്ഞാൽ ഇവരോട് സ്ലിപ്പ് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുക, എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് മാത്രം വോട്ടില്ല. ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ച് വന്നതെന്നറിയാം. വോട്ടല്ലേ, വോട്ടില്ലാത്ത സ്ഥിതിക്ക് എന്നാൽ മതമ്പായൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് കരുതിയപ്പോൾ നമ്മൾ താമസിച്ച ലയത്തിലോട്ട് കയറിപ്പോവാണ് കേട്ടോ. ഇവിടെയൊക്കെ പണ്ട് റബ്ബറായിരുന്നു, ഇപ്പോൾ അതെല്ലാം വെട്ടി കൈതയായി. ഈ കാണുന്നതാണ് ലയം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം ഇങ്ങനെയേ അല്ലായിരുന്നു, ഇതുവഴിയൊക്കെ ഓടിച്ചാടി നടന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് കേട്ടോ. കാര്യം മതമ്പായിലോട്ട് പോകാമെന്ന് പറയുമ്പോഴേ എന്തോ ഒരു സങ്കടവും ഉണ്ട്, പോകണ്ടെന്നൊരു ഇതൊക്കെ ഉണ്ട്. കാരണം ഇവിടെയൊക്കെ ഞങ്ങളിങ്ങനെ ഓടി നടന്ന് കളിച്ച് സ്ഥലത്തോട്ട് അതൊക്കെ അങ്ങനെയേ അല്ല, ഫുള്ള് മാറിപ്പോയി കേട്ടോ. ഇത് ഞങ്ങൾ താമസിച്ച മുറിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പം അതിനകത്തോട്ട് കയറാൻ പോലും പറ്റത്തില്ല, അതുപോലെ ഫുള്ള് പോയി. അപ്പം ഇങ്ങനെ ഇതുവഴിയൊക്കെ ഓടിച്ചാടി നടന്നതൊക്കെ ഇങ്ങനെ നൊസ്റ്റാൾജി അടിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബിന്ദുവമ്മയുടെ അടുത്ത് കയറി. ബിന്ദുവമ്മ നമ്മുടെ സ്വന്തം അമ്മയാണ്. അപ്പം ബിന്ദുവമ്മയുടെ ലയത്തിൽ എത്തണം ബിന്ദുവമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബിന്ദുവമ്മയൊക്കെ എടുത്ത് കയറി എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ അവളുമാരുടെ കൂടെ കണയങ്കവേലി വഴി പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അങ്ങോട്ടുള്ള ജീപ്പിന് കയറി. ഞങ്ങൾ കറക്റ്റ് കണയങ്കവേലി ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു ബസ്സൊന്നും ഇപ്പോൾ കാണത്തില്ല, അപ്പം മുറിഞ്ഞ വഴിക്ക് വിട്ടേക്കാണ്. അങ്ങനെ കണയങ്കവേലിലുള്ള ഒരു ബ്രിട്ടോമോൻ എന്ന് പറഞ്ഞൊരു ജീപ്പുണ്ട് കേട്ടോ. ആ ജീപ്പിന് നമ്മൾ മതമ്പായിന്ന് നേരെ മുറിഞ്ഞ വഴിയിലോട്ട് പോവാണേ. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേട് റൂട്ടാണ് പോകുന്നത്. പാഞ്ചാലിമേട്ടിൽ നമ്മുടെ ഇവിടെ നിന്നാൽ അപ്പുറ സൈഡിലോട്ട് നോക്കിയാൽ നമ്മുടെ വീട് പണിയുന്നതൊക്കെ കാണാം കേട്ടോ. അങ്ങനെ എൻ്റെ പാഞ്ചാലിമേടിൻ്റെ താഴെ വന്നു. അപ്പോൾ പാഞ്ചാലിമേട് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങിയില്ല. അപ്പോൾ പോയ വഴിക്ക് പാഞ്ചാലിമേടിൻ്റെ അവിടെയുള്ള കടകളൊന്നും മിക്കതും തുറന്നിട്ടില്ല. കാര്യം എല്ലാവരും വോട്ടിനൊക്കെ പോയേക്കുവാണെന്ന് തോന്നുന്നു. മിക്ക കടകളും അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പാഞ്ചാലിമേട് ഇറങ്ങാതെ തന്നെ വണ്ടിയിലിരുന്ന് തന്നെ കാഴ്ചയും കണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് രസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നേരെ മുറിഞ്ഞ വഴി വന്നപ്പോഴത്തേക്കും ഇവിടെ പള്ളിയുടെ അവിടെ വന്ന തേയിലത്തോട്ടമൊക്കെ നോക്കി തിരിച്ച് ചെന്നപ്പോഴത്തേക്കും കുട്ടുവിൻ്റെ ഭാഷയിൽ മങ്ങി എന്ന് പറയും. മങ്കി ഈ തൊടലിപ്പഴമാണ് കേട്ടോ കിടക്കുന്നത്, അത് കടിച്ച് പറിച്ച് തിന്നുകയാണ്. പക്ഷേ ആശാൻ്റെ വായിലോട്ടൊന്നും പോകുന്നില്ല, എല്ലാം റോഡിൽ പോവാണ്. അങ്ങനെ നോക്കി നിന്ന് ഒരു 3 ബസ് പോയിട്ട് ഞങ്ങളത്തെ കയറിയില്ല, കാരണം സീറ്റില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വന്നൊരു ബസ്സിൽ കയറി. അങ്ങനെ മുണ്ടക്കയം വന്നേ. മങ്ങടത്ത് വയസ്സ് ഇത്രയും ഒരു വോട്ട് ചെയ്യാൻ പോയിട്ട് വോട്ട് ചെയ്തോ അതും ഇല്ല. മടുത്ത് പോയി. അന്ന് എനിക്ക് കുറച്ച് കോവയ്ക്കായും കിട്ടി. അടുത്തു അപ്പോൾ വോട്ട്
ചെയ്യാൻ പോയിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. വോട്ട് ചെയ്യാൻ പോയതേ ഉള്ളൂ, എനിക്ക് വോട്ട് കിട്ടിയില്ല. കാര്യം ഇതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പേര് അതിനകത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അതെന്താ എൻ്റെ പേര് അതിനകത്തില്ലാത്ത. ഞാനിപ്പോൾ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു കേട്ടോ. അപ്പം അവരൊക്കെ പറഞ്ഞത് പിന്നെ പഞ്ചായത്ത് വോട്ട് മാറ്റിയത് കൊണ്ടാണ് നിനക്ക് ഇവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞു. പക്ഷേ പഞ്ചായത്ത് വോട്ട് മാറ്റിയവരുടെയൊക്കെ നിയമസഭയിൽ ഇതിൽ പേരുണ്ട്. അപ്പോൾ അവർക്കും സംശയം അതെന്നാ അങ്ങനെ വന്നതെന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ അത് വലിയ കാര്യമാക്കില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും വിളിച്ച് ചോദിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ വിളിച്ച് പറഞ്ഞത് അവർ, നിങ്ങൾക്ക് 4 പേർക്കും, അതായത് ഇവിടെ അച്ഛൻ, അമ്മ, എനിക്കും എൻ്റെ അനിയത്തിക്കും, ഞങ്ങൾക്ക് 4 പേർക്ക് വോട്ടുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. വോട്ടുണ്ടെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ അങ്ങ് പോകാൻ ത്വര കൂടി. അങ്ങനെ ഞാൻ ചേട്ടൻ പറഞ്ഞു എനിക്ക് വോട്ടുണ്ട്, ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവിടെ കടുവയും പുലിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് വിടാനും വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് അതിന് വോട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് വോട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആ വോട്ടുണ്ടെങ്കിലും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണല്ലോ ഇവർ വിളിച്ച് പറഞ്ഞത് വോട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വോട്ടുണ്ട്, ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ പൊക്കോളാനും പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഒറ്റ വോട്ടിൻ്റെ പേരിൽ ഞാൻ ഇന്നലെ വന്ന് ഇവിടെ കിടക്കുക. ഇന്ന് രാവിലെ ഇവിടുന്ന് ഒരുങ്ങിപ്പോയി. ഈ കുഞ്ഞിനെ ആയിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടെന്നറിയാമോ വണ്ടിയൊക്കെ വന്നേ. അങ്ങനെ വെയിറ്റ് ചെയ്ത് പോയി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് സ്ലിപ്പ് വെച്ചപ്പോൾ പറയുക അയ്യോ മോനെ 4 പേർക്കില്ല 2 പേർക്കേ ഉള്ളെന്ന്. ഈ സെയിം കാര്യം തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ വോട്ട് കിട്ടത്തില്ല, വോട്ടില്ല എന്ന് പറഞ്ഞിരുന്നെടുത്ത് എന്ത് പറഞ്ഞാന്ന് മതം ബാക്കി പോകുന്നതെന്ന് ഓർത്തിരുന്നപ്പോഴാണ് പറഞ്ഞത് എനിക്ക് വോട്ടുണ്ടെന്ന്. അങ്ങനെ എന്തായാലും എനിക്ക് വോട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നു കേട്ടോ. ഇത് ലിസ്റ്റിൽ പേരില്ലെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിലേറെ സങ്കടമായിപ്പോയി. എന്തായാലും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അമ്മയൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളപ്പോൾ തിരിച്ച് വന്നത് വേറെ വഴി കൂടെ, അങ്ങോട്ട് പോയ വഴിക്കല്ല. തിരിച്ച് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഭയങ്കര ചിരിയും കളിയും വർത്താനമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന വഴിക്ക് ചെറിയൊരു മഴയൊക്കെ നനഞ്ഞു. അപ്പം വന്നിങ്ങനെ ഇരിക്കുകയാണ്. അമ്മയൊക്കെ വന്നിട്ട് വേണം കതവ് തുറക്കാൻ, എന്നിട്ട് ഡ്രസ്സൊക്കെ മാറണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.